ഞാൻ തുടങ്ങട്ടെ. എൻ്റെ പേര് ഷീന. Recording in progress. സ്ഥലം തിരുവല്ലയാണ്. പൊസിഷൻ സ്റ്റാർ ഡയറക്ടർ. ഇന്നത്തെ മോർണിംഗ് CP നമുക്ക് തന്നേക്കുന്ന സബ്ജക്റ്റ് സ്ത്രീ ശാക്തീകരണം എന്നതിനെ പറ്റിയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം നമ്മുടെ കൂടെ ധാരാളം ലേഡീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ന് എന്തുകൊണ്ടും വളരെ ഉത്തമമായ ഒരു സബ്ജക്റ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സബ്ജക്റ്റ് നമുക്ക് കൈകാര്യം ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തി എറണാകുളം ജില്ലയിലെ പിറവം സ്വദേശിനിയായ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ശ്രീമതി സൗമ്യ ഉണ്ണികൃഷ്ണനാണ്. മാഡത്തിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷീന മാം. ഞാൻ ഓഡിയബിൾ ആണോ? അതെ അതെ, തീർച്ചയായും audible ആണ്. വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ടു ഓൾ. ഒരുപാട് സന്തോഷം ഈ ഒരു ദിവസം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, വിന്നിംഗ് ടീമിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ CP സെഷനിൽ സംസാരിക്കാനായിട്ട് എന്നെ അനുവദിച്ച എല്ലാ വിന്നിംഗ് ടീമിന്റെയും ലീഡേഴ്സിനെ ഈ ഒരു സമയത്ത് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് സംസാരിക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഇന്ന് കൈകാര്യം ചെയ്യാനായിട്ട് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു വിഷയം എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ഈ ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ, കുറച്ച് സമയങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി ഷീനാമ്മ പറഞ്ഞു കഴിഞ്ഞു. പേര് സൗമ്യ, വീട് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്താണ്. കുറെ വർഷങ്ങളായിട്ട് ബ്യൂട്ടി മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ. അതിനുശേഷം ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുൻപാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഇൻഡസ്ട്രി ചൂസ് ചെയ്തത്. അവിചാരിതമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടതാണ്. അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പല ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ അതിന്റെ സാധ്യതയൊന്നും മനസ്സിലാക്കിയിട്ടല്ല കടന്നു വന്നത്. ഹസ്ബൻഡാണ് ഈ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്തത്. അപ്പോൾ ഭാഗമായിട്ട് ഞാനും എത്തിപ്പെട്ടതാണ്. അന്നും ഞാൻ ബ്യൂട്ടി മേഖലയിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു മേഖല ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം, കുറെ വർഷങ്ങളായിട്ട് ബിസിനസിന്റെ പല മേഖലകളിൽ പല ഉയർച്ച താഴ്ചകളും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാര്യ എന്ന നിലയ്ക്ക് നമ്മളും അതിന്റെ ഭാഗമായിട്ട് ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു വന്നു. നല്ല രീതിയിൽ ബിസിനസ്സിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടിയപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അതേ രീതിയിൽ മാറിയെങ്കിൽ അത് താഴെ പോയപ്പോൾ, അത് നഷ്ടപ്പെട്ടപ്പോൾ അതിനേക്കാൾ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പൊ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായതുകൊണ്ടാണ് ബ്യൂട്ടി മേഖലയിൽ ഞാൻ അത്ര ശക്തമായിട്ട് നിന്നത്. പക്ഷെ അവിടെയും പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളിലും. അതല്ലെങ്കിൽ ആ ബിസിനസ്സിന് നമുക്ക് തകർച്ചകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ പതിയെ പതിയെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യത ആ സമയത്ത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ 70% സ്ത്രീകളും ഈ ഒരു മേഖലയിലൂടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു ഇൻഡസ്ട്രി കുറച്ചും കൂടി നമ്മുടെ ഒരു കരിയറായിട്ട് മാറ്റിയാലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് കൊറോണ പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ വരികയും ബിസിനസ് ഒക്കെ ഫുൾ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ എത്തുന്നത്. അപ്പൊ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു. ഹൈടെക് ആയിട്ട് തുടങ്ങിയ ഒരു പാർലർ 3-4 സ്റ്റാഫിനെ ഒക്കെ വെച്ച് തുടങ്ങുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് ഇതെല്ലാ സ്ഥാപനങ്ങളും നമുക്ക് കൂട്ടിക്കെട്ടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ കൂടുതൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴും വന്നൊരു ചലഞ്ച്, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ എന്താണ് ഇതിന്റെ സാധ്യത എന്നൊന്നും പഠിക്കാനും ഒക്കെ നമുക്ക് കുറച്ച് സമയമെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു, നമ്മൾ പ്രവർത്തിച്ച കമ്പനികളുടെ എത്തിക്സും വാല്യൂസും കറക്റ്റ് അല്ലായിരുന്നു, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലായിരുന്നു എന്നൊക്കെ. പിന്നീട് കുറെ നമ്മളുടെ സമയവും പണവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് അതിന് ശേഷമാണ് നമ്മൾക്ക് അതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ വീണ്ടും നമ്മൾ അവിടെ നിന്നും പടിയിറങ്ങേണ്ടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ ഏതോ ഒരു സിനിമയിൽ ദിലീപ് പറഞ്ഞതുപോലെ, അച്ഛനെതിരെയല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് ഞാൻ പോരാടുന്നതെന്ന് പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിക്കെതിരെയല്ല, പക്ഷെ തെറ്റായ ചില കമ്പനികളിൽ വന്നതുമൂലം നമ്മൾക്കുണ്ടാകുന്ന കുറെ അപമാനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം ആ കമ്പനിയിൽ നിന്നും പിൻവാങ്ങുന്നു. പിന്നീടാണ്
ഏകദേശം ഒരു 1.25 വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റീജ് എന്ന് പറയുന്ന ഈ ഒരു അവസരം ഞങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. ശരിക്കും നമ്മളുടെ പ്രാർത്ഥന മൂലമാണോ അല്ലെങ്കിൽ നമ്മളുടെ കാർന്നോമാര് ചെയ്ത പുണ്യമാണോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഈശ്വരാധീനം പോലെ നമ്മളിലേക്ക് വെസ്റ്റീജ് എത്തിപ്പെടുകയാണ്. അപ്പോൾ അതിന് ദൈവതുല്യരായിട്ടുള്ള ശ്രീ ഭരതൻ സാറിനെയും സുധീഷ് സാറിനെയും ഈ ഒരു വേളയിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾക്ക് അവരിലൂടെയാണ് ഈ ഒരു അവസരം, അതിന്റെ സാധ്യതകൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആദ്യം തന്നെ ഈ ഒരു അവസരം ഞങ്ങൾക്ക് എത്തിച്ച അവർക്ക് ഈ ഒരു സമയത്ത് ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സാധാരണ നമ്മൾ ഏതൊരു മേഖലയിൽ നിന്ന് കടന്നു വന്ന് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒക്കെ അനുഭവിച്ച് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കഞ്ഞി കുടിക്കാനായിട്ട് വന്ന ആളുകൾക്ക് വെസ്റ്റീജ് ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഇതൊരു അമ്പലപ്പുഴ പാൽപ്പായസമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രമാത്രം ഒരു വിശാലമായ ലോകം, നമ്മളുടെ സന്തോഷകരമായ ഒരു ലൈഫാണ് നമുക്ക് വെസ്റ്റീജ് ഈ ഒരു 1.25 വർഷം കൊണ്ട് തന്നത്. അത് ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും കടന്നു വരുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ലിവറേജും പാസീവ് ഇൻകവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇന്ന് ശരിക്കും അനുഭവിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഒരു ആക്സിഡന്റ് കാരണം ഫിസിക്കൽ വർക്കുകൾ ഒന്നും നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ഞാനിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന് യാതൊരു വിധത്തിലുള്ള കുറവും സംഭവിക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എപ്പോഴും നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്ന് ശരിക്കും ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സത്യം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ജോലിക്ക് പോകാതെ 2-3 മാസം ഇരിക്കുമ്പോൾ നമ്മുടെ വരുമാനം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയുടെ ഒരു പവർ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് ഒരിക്കൽ കൂടി ഈ ഒരു ഇൻഡസ്ട്രിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലും ഇതിലേക്ക് എത്തിച്ച ഈശ്വരന്മാർക്കും നന്ദി പറയുന്നു. ഇനി വെസ്റ്റീജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കമ്പനികളുടെ മറ്റ് പല കാര്യങ്ങളും ആസ്പെക്ട്സും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നമുക്ക് പല കമ്പനികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്ത് 10 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി എന്നുള്ളതാണ് എന്നെ ശരിക്കും ഞെട്ടിച്ച ഒരു കാര്യം. ഇതുവരെ ഞാൻ പ്രവർത്തിച്ച ഒരു കമ്പനികളും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല, അത്രയും ലോകത്ത് 10 രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു. അപ്പൊ ഈ ഒരു ബിസിനസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനും മറ്റു കാര്യങ്ങളുമാണ് നോക്കിയിരുന്നതെങ്കിൽ അത് ഞാൻ നോക്കി. കാര്യം നമുക്ക് ബിസിനസ്സിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ലീഡേഴ്സുമായിട്ടും പല മീറ്റിങ്ങുകളിലും സംസാരിക്കുന്ന സാഹചര്യങ്ങളിലും അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ കിട്ടിയ ഒരു അവസരത്തിൽ പല ലീഡേഴ്സ് നമ്മൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, അറിവ് പകർന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ തന്നിട്ടുള്ള കുറെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നെ ശരിക്കും ഞെട്ടിച്ചു. ഏകദേശം ഇപ്പോൾ ജ്യോതിഷ് കുമാർ സാർ ആയിക്കോട്ടെ, സുരേഷ് സാർ ആയിക്കോട്ടെ, നിജു സാർ ആയിക്കോട്ടെ, ശ്രീദാസ് സാർ ആയിക്കോട്ടെ, അനീഷ് സാർ ആയിക്കോട്ടെ, വെങ്കടേഷ് സാർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല ലീഡേഴ്സുമായിട്ട് സംസാരിച്ച സമയത്ത് എൻ്റെ പ്രൊഫഷനും ഞങ്ങളുടെ ഈ ഒരു സ്ട്രഗിൾസും ഞങ്ങൾ കടന്നു വന്ന വഴികളും ഒക്കെ മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു ഇത് എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്തത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ലോകത്തിൽ ഏകദേശം 39% വുമൺ അച്ചീവേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അത് ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഇത്രമാത്രം വുമൺ അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു കമ്പനി ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒപ്പം തന്നെ 32 ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു ലേഡി ഏകദേശം 32 ലക്ഷം രൂപയാണ് അവർ വരുമാനം. നോർത്ത് ഇന്ത്യൻ ലേഡിയാണ്. അപ്പൊ 32 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും അത് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ബിസിനസ് ഏതൊരാൾക്കും സക്സസ്ഫുള്ളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ സക്സസ് ആകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് നൽകുന്നത്. പല കാര്യങ്ങളും പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ നമുക്കതിൽ കുറച്ചും കൂടി ഉറപ്പാണ് വരുന്നത്. 21 വർഷമായിട്ട് 5 കോടി മെമ്പേഴ്സിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കമ്പനി, പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി, അതും പ്രത്യേകിച്ചും വുമൺ എന്റർപ്രണേഴ്സിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനി, ഇതൊക്കെ ഞാൻ വെസ്റ്റീജിലാണ് കണ്ടിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലും കാണാത്തൊരു കാര്യം, ലീഡിംഗ് ലേഡീസ് എന്ന് പറയുന്ന ഒരു മാഗസിൻ, അച്ചീവ് ചെയ്തിട്ടുള്ള ലേഡീസിനെ മാത്രം വെച്ചിട്ടുള്ള ഒരു മാഗസിൻ കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ഇവിടെയൊക്കെ ലേഡീസിനെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന, എത്രമാത്രം എംപവർ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ് എന്നുള്ളത് ഒരുപാട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഹൈദരാബാദ് പോലുള്ള ഒരു സ്ഥലത്ത് ഞാനൊരു FRU എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ പോയപ്പോൾ സാധാരണ ഹൈ പ്രൊഫൈലുള്ള ആളുകളും അവിടെ നമുക്ക് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ സാധിച്ചു. പക്ഷെ എന്നെ സ്പർശിച്ച ഒരു കാര്യം, പുല്ല് വെട്ടുന്ന ചേച്ചിമാരും അംഗനവാടിയിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസത്തെ അവർക്ക് ആഹാരം കൊടുക്കാനില്ലാഞ്ഞിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് ഒരു ദിവസം തള്ളി നീക്കി ഇന്ന് 3 ലക്ഷവും 4 ലക്ഷവും വരുമാനം വാങ്ങിക്കുന്ന അനവധി ലേഡീസിനെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ കമ്പനി, സാധാരണ പല ആളുകളും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അംഗനവാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് സാലറി പോലും കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കൃത്യമായി എല്ലാ മാസവും 10-ാം തീയതി
നമുക്ക് വരുമാനം നൽകുന്ന ഒരു കമ്പനി, വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യം. അപ്പൊ ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ ആ ഒരു സ്ത്രീകളുടെ തണലിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ സപ്പോർട്ടോട് കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് എത്രമാത്രം ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു കമ്പനിയുടെ ഭാഗമാകാനായിട്ട് സാധിച്ചാൽ എന്നുള്ളതൊക്കെ എന്നെ ശരിക്കും സ്പർശിച്ച, ആസ് എ വുമൺ എന്നെ ശരിക്കും സ്പർശിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനി പ്രൊഡക്ട്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹസ്ബൻഡ് ഓൾറെഡി ഇൻകം പ്ലാൻ ആണ് നോക്കിയതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല കമ്പനി ആണെങ്കിൽ നല്ല പ്രൊഡക്ട്സ് നൽകും. 21 വർഷമായിട്ട് ഇവിടെ ഇത്രയും സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി, എന്തായിരിക്കും ഈ പ്രൊഡക്ട്സിന്റെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, നമുക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ കാണുമ്പോൾ അത് അറിയാനും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഇതൊക്കെ അറിയാനായിട്ട് കുറച്ചും കൂടി ഒരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ. അപ്പൊ പ്രത്യേകിച്ചും ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ചലഞ്ച് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, പീരീഡ്സിന്റെ സമയത്ത് മന്ത്ലി സൈക്കിളിൽ എനിക്ക് വളരെ പെയിൻഫുൾ ആയിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടുകൾ, 2-3-4 ദിവസത്തേക്ക് എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയായിരുന്നു. വർഷങ്ങളായിട്ട് മെഫ്താൾസ്പാസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് പീരീഡ്സിന്റെ സമയത്ത്. അത് ഒരു ദിവസം 3 എണ്ണം വരെ കഴിക്കേണ്ടി വരുന്നു. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ, അപ്പോൾ ഒരു സൈക്കിളിൽ ഏകദേശം 9 മെഫ്താൾസ്പാസ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്ന് ഇതിന്റെ ഒരു സപ്ലിമെന്റ്സ്, നമുക്കറിയാം നമ്മുടെ കമ്പനി വെൽനസിന് അത്രയേറെ പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ആ ഒരു ശതാവരി മാക്സിം CMD പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു മെഡിസിൻ അല്ലെങ്കിൽ മെഫ്താൾസ്പാസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ച, അത്രമാത്രം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്ലിമെന്റ്സുകൾ, ഇതൊക്കെ എന്നെ ശരിക്കും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഞാൻ ഈ ഒരു സമയത്ത്, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കാം അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇത് ഷെയർ ചെയ്തേ ഉള്ളൂ. പറയാനുള്ളത്, ഞാൻ ആദ്യം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യം ഈ ഒരു സമയത്ത് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ എന്നെ സ്പർശിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ബ്യൂട്ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും ആദ്യം എന്നെ അട്രാക്ട് ചെയ്തതും ഞാൻ ഏറ്റവും കൂടുതൽ തെരഞ്ഞതും ആദ്യം ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. ഞാൻ പ്രൈമർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, എനിക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര അലർജറ്റിക് ആയിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 30 ml-ന് 2000 രൂപ വരുന്ന ക്രൈലോണിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൊഡക്റ്റ്, പ്രൈമറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും അറിയാൻ പറ്റുള്ളൂ എത്രമാത്രം ആ ഒരു റേറ്റിൻ്റെ ഡിഫറൻസ് എന്നെ ശരിക്കും ഞെട്ടിച്ചു. അതും മണി ബാക്ക് ഗ്യാരണ്ടിയിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് അഫോർഡബിൾ പ്രൈസിലാണ് ആ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആകുന്നത്, അത് മണി ബാക്ക് ഗ്യാരണ്ടിയിൽ, അതും 10 രാജ്യങ്ങളിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലേഡീസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ. പക്ഷേ അത്ഭുതപ്പെട്ടു പോയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ബിസിനസ്സുമായിട്ട് പല ട്രെയിനിങ്ങുകളും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒരുപാട് ലേഡീസുമായിട്ട് സംസാരിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ പലർക്കും പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസും, അതിപ്പോൾ ലേഡീസിനായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. കോമൺ ആയിട്ട് ആളുകൾ പറയുന്നത് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ കുരു വരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന പ്രോഡക്റ്റുകൾ, ഈ സ്കിൻ ഫോർമുല 9 കാറ്റഗറി പ്രോഡക്ട്സ് ഒക്കെ ഞാനൊന്ന് പഠിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ തയ്യാറായ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒലെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അത് ശരിക്കും പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ P&G കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കാര്യം ഞാൻ അറിയാനായിട്ട് ഇട വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോഴും ഈ പ്രോഡക്റ്റ് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചതും. ഏറ്റവും വിദേശത്തുള്ള ആളുകളായിക്കോട്ടെ സ്വദേശത്തുള്ള ആളുകളായിക്കോട്ടെ ഏത് ആളുകളാണെങ്കിലും കൂടുതലും ഒലെ ബ്രാൻഡ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട്, പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ അവരുടെ വാർഷിക വിറ്റുവരവിന്റെ ഒരു കണക്ക് 2009-ലോ മറ്റാണെന്ന് തോന്നുന്നു പുറത്തു വിട്ടിരുന്നു. അതിൽ $3 ബില്യൺ അടുത്താണ് ഈ ഒരൊറ്റ ബ്രാൻഡ് മാത്രം ആ കമ്പനിക്ക് ടേൺ ഓവർ ഉണ്ടാക്കി കൊടുത്തതിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം $3 ബില്യൺ ആണ്. പക്ഷേ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൽ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, എൻ്റെ ഈ ഒരു പ്രായത്തിനോടക്കിൽ ഞാൻ ബ്യൂട്ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരു കാലയളവിൽ 99.9% ആളുകൾക്കും കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴോ അതല്ലെങ്കിൽ അവർ കൺട്രി ചേഞ്ച് ചെയ്യുന്ന സമയത്തോ ഉറപ്പായിട്ടും അവരുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. ഒന്നുകിൽ കുരുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ആയിരിക്കാം. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ആളുകൾക്ക് നല്ലൊരു പ്രൊഡക്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിന് ഇത്രമാത്രം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ വേൾഡ് FMCG ഭീമനായിട്ടുള്ള പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ, നമുക്കറിയാം, പല ആളുകൾക്കും അറിയാവുന്ന, പല ആളുകളും അതിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ആശയം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉദയം കൊണ്ട് പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ പോലുള്ള കമ്പനികളിലൂടെയാണ് വളർന്നു വന്നിരിക്കുന്നത്. എന്നിട്ടും
ഇപ്പൊ വിസ്പർ ആയിക്കോട്ടെ, ഗില്ലറ്റ് ബ്ലേഡ് ആയിക്കോട്ടെ, പാന്റീൻ ഷാമ്പു ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് P&G. അവരുടെ ടേൺ ഓവറിന്റെ ഒരു $3 ബില്യൺ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇത്രമാത്രം മോശമായിട്ട് ആളുകൾക്ക് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട് എങ്കിൽ 10 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് എത്രമാത്രം സാധ്യതയാണ് എന്നുള്ളത് ഈ ഒരു ബിസിനസ് മേഖലയിൽ, ഈ ബ്യൂട്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ലേഡീസിനൊക്കെ എത്രമാത്രം ഹെൽപ്ഫുൾ ആകുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിന്റെ മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, കൺട്രി ടു കൺട്രി ചേഞ്ച് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ലേഡീസ് അവിടെ പോയി ഉപയോഗിക്കുമ്പോൾ ഒന്നും ആർക്കും യാതൊരു പ്രശ്നവും വരുന്നില്ല. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സ്കിൻ കെയർ ഉപയോഗിക്കുന്ന സമയത്ത് പൊതുവെ പറയാറുണ്ട് സ്കിൻ ടൈപ്പ് നോക്കണം, സ്കിൻ ഏജ് നോക്കണം, ബയോളജിക്കൽ ഏജ് അല്ല സ്കിൻ ഏജ് നോക്കണം, ക്ലൈമറ്റ് ചെക്ക് ചെയ്യണം. അപ്പൊ ഒരേ പ്രായമുള്ള ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ്, വ്യത്യസ്ത കൺട്രികളിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ പോലും നമ്മൾ അതിനൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആളുകൾക്ക് ആർക്കും സ്കിന്നിന് യാതൊരു തരത്തിലുള്ള ഡാമേജസും വരുന്നില്ല. അതുപോലെ തന്നെ നിയാസിനാമൈഡ് കണ്ടന്റ് ഇന്ന് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടന്റ് അടങ്ങിയ പ്രൊഡക്ട്സുകളൊക്കെ, നമ്മുടെ ആന്റി ഏജിങ് നൈറ്റ് ക്രീമിനകത്ത് പോലും നിയാസിനാമൈഡ് കണ്ടന്റ് ഉണ്ട്. പോർസ് റെഡ്യൂസ് ചെയ്യാനായിട്ടും സ്കിന്നിനെ കൂടുതൽ മനോഹരമാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ അത്രയും കുറഞ്ഞ ആ ഒരു എമൗണ്ടിൽ പോലും നമുക്ക് ഇത്രയും നല്ല കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. ഒപ്പം തന്നെ ഇപ്പോൾ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പോലും നമ്മളുടെ ഫ്ലോർ ക്ലീനർ 3 കാര്യങ്ങൾക്ക് 3 in 1 എന്നുള്ള രീതിയിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫ്ലോർ ക്ലീനറിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാം, പാറ്റ പല്ലി എട്ടുകാലിയെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹിറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഡെറ്റോളിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇന്ന് പല പരസ്യങ്ങളിലും കാണുന്നത് 99.9% അണുനാശിനിയാണ് ഫ്ലോർ ക്ലീനർ എന്നാണ്. പക്ഷെ അണുനാശനം അവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ സാധാരണ കണ്ണുകളുണ്ടോ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനൊന്നും സാധിക്കില്ലായിരിക്കും. പക്ഷെ ഇവിടെയുള്ള ഓരോ കണ്ടന്റുകളും നമ്മൾ മനസ്സിലാക്കി അതിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഡെറ്റോളിനകത്ത് ബെൻസാൽകോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് അണുനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ 12% ആണുള്ളതെങ്കിൽ നമ്മളുടെ ഫ്ലോർ ക്ലീനറിനകത്ത് 50% 50% ബെൻസാൽകോണിയം ക്ലോറൈഡ് വരുന്നത്. അപ്പൊ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്നത് ലേഡീസ് ആണ്. ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇൻകത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സാധ്യതയായിട്ട് മുന്നിൽ കണ്ടു. എന്തിന് ചെറിയൊരു കാര്യം പറയാം, എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കാര്യം, നമ്മൾ സാധാരണ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ഒരു മിഠായി എങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാത്ത ഒരു ലേഡീസും തന്നെ ഇല്ല. അപ്പൊ സാധാരണ ഒരു ചോക്ലേറ്റോ മിഠായിയോ ഒക്കെ. ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ചോക്ലേറ്റ് കമ്പനികൾ നൽകുന്ന അല്ലെങ്കിൽ ടേൺ ഓവർ എന്ന് പറയുന്നത്, മൊത്തം ചോക്ലേറ്റ് കമ്പനികളുടെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 26,000 കോടി ടേൺ ഓവറാണ് ചോക്ലേറ്റ് കമ്പനികൾ ഇവിടെ നടത്തിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉള്ള എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും ചേർന്ന് ചെയ്യുന്നത് 24,000 കോടി ടേൺ ഓവറാണ്. അപ്പോൾ ഒരു ചോക്ലേറ്റ്, നമ്മളുടെ കമ്പനിക്കുള്ള ഫ്ലാക്സീഡ് ബാർ, അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. ആ ഒരു ഒറ്റ പ്രോഡക്റ്റ് മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോലും കോടികളുടെ ബിസിനസ്സാണ് നമുക്ക് ഇവിടെ നടത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വരുമാനം എന്നുള്ളത് ഏത് രീതിയിൽ ബിസിനസ് ആംഗിളിലായാലും പ്രൊഡക്റ്റ് നമ്മൾക്ക് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോയാലും ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ്, ഏത് കാറ്റഗറി പ്രൊഡക്റ്റുകൾ എടുത്താലും ഇന്ന് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ കമ്പനി നമുക്ക് നൽകുന്ന ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് കൈകാര്യം ചെയ്യുന്നതിന് വളരെ ഈസിയാണ്. ഈ പ്രൊഡക്റ്റുകളെല്ലാം അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഗുണങ്ങളും മോശങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത് കൂടുതലും ലേഡീസ് ആണ്. അപ്പോൾ അവർക്കത് വളരെയധികം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച കാര്യമാണ്. പിന്നെ നമ്മൾ കൂടുതലും ഇപ്പം നോർത്ത് ഇന്ത്യൻ ലേഡീസ് അല്ലെങ്കിൽ മറ്റ് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആളുകളെയൊക്കെ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത് കേരളത്തിൽ ഇവിടെ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എത്ര പേരുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയൊക്കെ ഇത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ലേഡീസ് ആണ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ലേഡീസ്, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ഭരതൻ സാറിന്റെ ശ്രീമതി അല്ലെങ്കിൽ നില മാം, മാഡമായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് ലേഡീസിനെ എംപവർ ചെയ്യിച്ചിട്ടുള്ള, ഒരുപാട് ലേഡീസിന്റെ മനസ്സിൽ നല്ല സ്വപ്നങ്ങൾ വിതച്ചിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ഓൺട്രപ്രണർ ആണ്. മറ്റൊരു ജോലിയിൽ നിന്നും ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് സംസാരങ്ങളൊക്കെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മാഡമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ നമ്മുടെ ജ്യോതിഷ് കുമാർ സാറിന്റെ വൈഫ് ലിനി മാഡം, സുരേഷ് സാറിന്റെ വൈഫ് മോണിക്ക മാഡം, നിജു സാറിന്റെ വൈഫ് സൗമ്യ മാഡം, ശ്രീദാസ് സാറിന്റെ വൈഫ് ശരണ്യ മാം, അങ്ങനെ അനീഷ് സാറിന്റെ വൈഫ് രഞ്ജിത മാം, ഇങ്ങനെ ഒരുപാട് ലേഡീസ് വുമൺ ഓൺട്രപ്രണേഴ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഓരോരുത്തരുടെ വൈഫിന്റെ പേരാണ് പറഞ്ഞതെങ്കിൽ ഇപ്പൊ UCD ആയിട്ടുള്ള മിനി അനിൽകുമാർ മാം, ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള ഷീല ആലക്കോട്ട് മാം, ഇപ്പൊ എന്നോട് സംസാരിച്ചിട്ടുള്ള ഷീന മാം, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൽ
സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പോലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലേഡീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം, നമുക്കൊരു കോൺഫിഡൻസ് ആണ് കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു തൊഴിലുറപ്പിന് പോകുന്ന ലേഡീസ് പോലും, സാധാരണ ചെറിയൊരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾക്ക് പോലും ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഇൻവോൾവ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെയധികം 10,000 തൊട്ട് നമുക്ക് 50,000 വരെ നേടിയെടുക്കാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. അതിന് പ്രായഭേദമന്യേ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 65 വയസ്സിന് മേലെയുള്ള സതിശേച്ചിയുടെ ഒക്കെ ടീമിൽ ധാരാളം ലേഡീസ് 10,000, 20,000, 30,000, 50,000 വരെ വാങ്ങുന്നു എന്നുള്ളതൊക്കെ സതിശേച്ചിയായിട്ട് പല മീറ്റിങ്ങുകളിൽ സംസാരിക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ വലിയ വരുമാനത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏത് രീതിയിൽ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അത് ഏത് രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നോ അതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഒക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു ലേഡി എന്ന നിലയ്ക്ക് കുടുംബത്തെ സഹായിക്കണം എന്നതിലുപരി എനിക്ക് എൻ്റെതായ ഒരു സ്വപ്നങ്ങളും എൻ്റെതായ ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി ഒരു സമയത്ത് ഷെയർ ചെയ്യുന്നു. ഒപ്പം തന്നെ എൻ്റെ സ്വപ്നം ഒരു 50,000-ൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതായിരുന്നില്ല, കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള സ്വപ്നമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയങ്ങൾ 2-3 മണിക്കൂറുകളായിട്ടല്ല ഞാൻ ബിസിനസ് ചെയ്തിട്ടുള്ളത്. രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണി വരെ വർക്ക് ചെയ്തിട്ടുള്ള, ഒറ്റയ്ക്ക് 1 മണി വരെ ബിസിനസ് ചെയ്തിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് പല മേഖലകളിലും ലേഡീസ് ഒട്ടും സുരക്ഷിതരല്ലാത്ത പല മേഖലകളും നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത്രമാത്രം ലേഡീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം പല സമയങ്ങളിലായിട്ട് ഞാൻ പല പ്രോഗ്രാമുകളിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ടീമിലെ എല്ലാ ലേഡീസിനും കാർ എന്നതാണ് എൻ്റെ സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ പോലും എന്നെ കാരണമാക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വലിയ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ വലിയ 5 ലക്ഷത്തിലേക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ വർക്ക് ചെയ്താൽ മതി. നമുക്കൊരു 50,000 വരെയുള്ള ആഗ്രഹമൊക്കെയാണ് ഉള്ള ലേഡീസ് ആണെങ്കിൽ അത്രയൊന്നും സമയം വർക്ക് ചെയ്യേണ്ട. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2-3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ പോലും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ ഒരിക്കൽ സുധീഷ് സാർ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി 11:30 വീട്ടിലെത്തിയ സമയം, ജസ്റ്റ് അദ്ദേഹം പാസ് ചെയ്തപ്പോൾ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്ന സമയത്ത് ഞാൻ അന്ന് പാലാ പൊൻകുന്നം റോഡിൽ ആ സമയത്ത് 11:30 വർക്ക് കഴിഞ്ഞിട്ട്, നമ്മുടെ ടീമിലെ ലിജി മേഡത്തിന്റെ സോജി സാറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. അതിനുശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് പോരുമ്പം ശക്തമായ മഴ പെയ്ത സമയത്ത് എനിക്ക് എൻ്റെ നെറ്റ് പോയി, എനിക്ക് വഴി തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് എടുക്കാനായിട്ട് പറ്റിയില്ല, എനിക്ക് വഴി തെറ്റിപ്പോയി. ആ സമയത്ത് കുറച്ചൊരു ഉൾപ്രദേശത്ത് കൂടിയാണ് പോകുന്നത്. അപ്പോൾ വഴി ചോദിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ലേറ്റ് ആയപ്പോൾ നമുക്ക് ആരോടും വഴി ചോദിക്കാൻ പറ്റുന്നില്ല. ലൊക്കേഷൻ നോക്കാനായിട്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് മഴ കാരണം റെയിൻകോട്ടിനുള്ളിൽ നിന്ന് എനിക്ക് ഫോൺ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ ഗ്ലാസ്സിൽ ഈ കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്ന കാരണം ഗ്ലാസ് പൊക്കി വെച്ചിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗ്ലാസ്സിലേക്കൊക്കെ മിററിലേക്ക് വെള്ളം അടിച്ചിട്ട് അപ്പോൾ അത് പൊക്കി വെച്ചിരിക്കുന്ന കാരണം കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. അപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ പോകുന്ന സമയത്താണ് ഞാൻ ചിന്തിച്ചത്, ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഓരോ ലേഡീസിനും കാർ എന്ന സ്വപ്നം ആ ഒരു നിമിഷം എന്നിലേക്ക് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. ഇത് ഞാൻ പറയുന്ന സമയത്ത് ആളുകൾ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ടീമിലുള്ളവർ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ പാതിരാത്രിക്കൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നെങ്കിലോ എന്നോർത്ത്, പറയാതെ ഇരുന്നെങ്കിലോ എന്നോർത്ത്. പക്ഷെ എന്നാലും എന്നെപ്പോലെ എന്ത് സ്വപ്നങ്ങളും നേടാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട്. വെസ്റ്റീജ് കമ്പനിയിൽ നമുക്ക് എത്രമാത്രം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടുന്നു എന്നുള്ളൊരു സാധ്യത ഉള്ളത് കാരണം തന്നെ ഞാനത് എൻ്റെ സ്വപ്നം പങ്കുവെച്ചപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പല ആളുകളും ടീമിൽ പല ലേഡീസും ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, കോട്ടയം വാകത്താനത്ത് നിന്ന് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനും അജിത് സാറിന്റെ വൈഫ് ആര്യയും കോട്ടയം ടൗണിൽ രാത്രി 10:30 തിരുനക്കര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോൾ രാത്രി 10:30 മണിയായിരുന്നു. ആ സമയത്ത് ഞാനും ആര്യയും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയം നമ്മൾ രണ്ടുപേരും നമ്മുടെ സ്വന്തം കാറിലായിരിക്കുമെന്ന് പറഞ്ഞു. അതൊരു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത് പറയുന്നത്. മാർച്ച് മാസം ഡൽഹി FRUവിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് അവർ സ്റ്റാർ ആവാതെ ഡയമണ്ട് ആയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്ത് നൽകുന്ന ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് വെസ്റ്റീജ് കമ്പനി നമുക്ക് നൽകുന്നത്. പല ആളുകളും കുട്ടികളുടെ എക്സാം ആണ്, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പ്രോഗ്രാമിന് പോലും പോന്നിട്ടില്ല. പക്ഷെ എവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാനിതൊരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഡിവൈൻ ടച്ച് ഉള്ള കമ്പനിയാണെന്ന് പറയുന്നത്. ഈ സമയത്ത് എനിക്കും മക്കൾക്ക് എക്സാം നടക്കുമായിരുന്നു. മൂത്തയാള് എക്സാം LLB ഫൈനൽ ഇയർ ആണ് പഠിക്കുന്നത്, BBA LLB ഭാരത് മാതാ ലോ കോളേജിൽ പഠിക്കുന്ന മോൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മേ
ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിനൊന്നും പോകാതിരിക്കാമോ എന്ന് ചോദിച്ച സമയത്ത് ഇത്രയും ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം നമ്മൾ പോകുമ്പോൾ ഒരിക്കലും എനിക്ക് ആ ഒരു ഇതിൽ നിന്നും പോകാതിരിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞ് അങ്ങനെ പരീക്ഷയുടെ സമയത്ത് ചോദിക്കുമ്പോൾ പ്രോഗ്രാമിന് പോയി കഴിയുമ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം. അപ്പൊ പ്രോഗ്രാമിന് പോകുന്ന സമയത്തും നമുക്ക് ആ ഒരു വിഷമം ഉണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ആ പ്രോഗ്രാമിന് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അവരുടെ കോളേജിലെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഭാരത് മാതാ ലോ കോളേജ് BBA LLB ഫസ്റ്റ് റാങ്ക് ആരോമൽ ടി ഉണ്ണികൃഷ്ണനാണ്. അപ്പൊ എനിക്കതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഈ ബിസിനസ്സിൽ ആർക്ക് വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ അതൊരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ അഭാവം തീർത്തുകൊണ്ട് ഈശ്വരൻ അവിടെ നമുക്കായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ ബിസിനസ്സിൽ മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി വെസ്റ്റേജിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് നൂറ് അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ, ഇപ്പൊ പെണ്ണമ്മ ടീച്ചറൊക്കെ രാത്രി 10 മണിക്കും 11 മണിക്കും 68 വയസ്സൊക്കെ ആയിട്ടുള്ള അവര് എന്നോടൊപ്പം ബിസിനസ് ചെയ്ത് പാട്ടും പാടി എനിക്ക് വേണ്ടി കാത്തു നിന്ന് ഞാൻ വീട്ടിലെത്തിയെന്ന് അറിയുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന പെണ്ണമ്മ ടീച്ചറും ജോണി സാറും ഒക്കെ പോലെയുള്ള ആളുകൾ. അപ്പൊ അവരൊക്കെ ഈ ബിസിനസ്സിൽ ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് രാത്രിയും പകലും ഒരുപോലെയാക്കി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കാർ അച്ചീവ്മെന്റിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ലേഡീസുമായിട്ട് ഒരു ട്രിപ്പൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതെല്ലാം നമുക്ക് ഓൾ കേരള ലേഡീസ് ട്രിപ്പ്, സ്വന്തം കാറിൽ യാത്ര ചെയ്യുന്ന ഒരു ട്രിപ്പൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലേഡീസിന്റെ ഒരു കാർ യാത്ര, കാർ റാലി ഒക്കെ ഇങ്ങനെ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് ഇത്രമാത്രം സന്തോഷത്തോടു കൂടി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് 50,000-ന് മേലെ അല്ലെങ്കിൽ 1,00,000-ന് മേലെ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും നമ്മളുടെ ടീമിലുള്ള ഓരോരുത്തരോടും ഞാൻ പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം മോർണിംഗ് CEP അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒപ്പം തന്നെ ഡെയിലി അപ്ലൈനുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഡെയിലി നമ്മളൊരു പ്ലാൻ എങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീക്കിലി നടക്കുന്ന CEOയിൽ മസ്റ്റായിട്ടും പങ്കെടുക്കുക. മന്ത്ലി ലീഡേഴ്സ് ട്രെയിനിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മസ്റ്റായിട്ടും പങ്കെടുക്കുക. അതേപോലെ തന്നെ EDS പ്രോഗ്രാം, വർഷത്തിലൊരിക്കലാണ് EDS നടക്കുന്നത്, EDS പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഡ്രീം നൈറ്റ്, വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഡ്രീം നൈറ്റിൽ പങ്കെടുക്കുക. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗോക്രൗണിൽ പങ്കെടുക്കുക. ഓരോ 90 ഡേയ്സിലും ടീം വൈസ് ആയിട്ട് ലീഡേഴ്സുമായിട്ട് അതുവരെ ഓരോ 3 മാസങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ലീഡേഴ്സുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് തയ്യാറാകുക. ഇവിടെ നമ്മൾക്ക് ഓരോ ടീമിലും ഓരോ ലീഡേഴ്സും പല പേരുകളിൽ ഇങ്ങനെ ഒരു ടീം റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് സംശയ നിവാരണങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കൂടുതൽ ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ, എന്തെങ്കിലും ചെറിയ സംശയങ്ങളിലൊക്കെ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ള പ്രോഗ്രാം ആയിട്ട് നമ്മൾ നടത്തി കഴിഞ്ഞിട്ട് എല്ലാം കഴിയുമ്പോൾ അവർ പറയും, ഇത് ശരി കേട്ടോ, കൊള്ളാം, എല്ലാം നല്ലതാണ്, പക്ഷെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ നിങ്ങൾ ആലോചിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആലോചിക്കണമെന്ന്, അപ്പൊ എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത്? അപ്പൊ ഇതുപോലെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് സാധനം വില കുറച്ച് കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഞങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് പറ്റു വാങ്ങിക്കുമോ? കടം വാങ്ങിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ കടയിൽ കടം തരില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വെൽനസ് ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ പലതരത്തിലുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ തട്ടി നിൽക്കാതെ അതൊക്കെ നമ്മുടെ ലീഡേഴ്സുമായിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് ഒരു 90 ഡേയ്സ് കൂടുമ്പോഴും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അവരോട് ഷെയർ ചെയ്ത് അവരിൽ നിന്ന് വാല്യൂ ആയിട്ടുള്ള അഡ്വൈസുകളെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഒപ്പം FRU എന്നുള്ളൊരു പ്രോഗ്രാം, അത് ലോകത്ത് എവിടെ നടന്നു കഴിഞ്ഞാലും ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കും എന്നുള്ള അത്രമാത്രം എന്നെ ഞെട്ടിച്ച ഒരു പ്രോഗ്രാമാണ്. ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് ഈ ഒരു 1.25 വർഷം കൊണ്ട് 4 FRU അറ്റൻഡ് ചെയ്തു, 2 EDS അറ്റൻഡ് ചെയ്തു, 2 ഗോക്രൗൺ അറ്റൻഡ് ചെയ്തു, 2 ഡ്രീം നൈറ്റ് അറ്റൻഡ് ചെയ്തു, പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ചെറിയ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പം മീറ്റിംഗ്സും ട്രെയിനിങ്സും ഇല്ലാതെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ഒരു 50,000 രൂപയിൽ താഴെയാണെങ്കിൽ ഇതൊന്നും അറ്റൻഡ് ചെയ്യണമെന്നില്ല. അതിനൊക്കെ ഉള്ള ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരിക്കൽ കൂടി പ്രത്യേകം ലേഡീസിനോട് പറയുന്നു, ഇന്ത്യ കണ്ടതിൽ വെച്ചല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ പല ലേഡീസും, നമുക്കറിയാം, വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ വുമൺസ് ഡേയിൽ വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമിൽ വെസ്റ്റീജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധാരാളം ലേഡീസ് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ അത്രമാത്രം സ്ത്രീകൾക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോലും കോടികളാണ് ഈ ഒരു മേഖലയിൽ വിമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ
ഏറ്റവും ജ്യൂസ് അനുഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ട് നമുക്കിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വെസ്റ്റേജ് പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു സാമ്രാജ്യമായിട്ട് നമ്മൾ കാണുക. ഈ ഒരു അവസരം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ പറയുന്നു, ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സാമ്രാജ്യമാണെങ്കിൽ, ഈ സാമ്രാജ്യത്തിൻ്റെ രാജാവ് എൻ്റെ ഭർത്താവാണെങ്കിൽ രാജ്ഞിയാണ് ഞാൻ. രാജാവിന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ദാസിയല്ല രാജ്ഞി, മറിച്ച് രാജാവിനോടൊപ്പം നിന്ന് ഈ സാമ്രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടവളാകണം. ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്നും ഒരേ കാറിൽ കയറി ഒരുമിച്ച് പ്രസന്റേഷൻ നടത്തി, ഒരുമിച്ച് മീറ്റിംഗ് നടത്തി, ഒരുമിച്ച് വീട്ടിലേക്ക് വന്ന് കയറാതെ, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം ഒക്കുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നും ഒരുമിച്ച് ഇറങ്ങിക്കോളൂ. 2 വഴികളിലേക്കായി പോവുക. നിങ്ങളുടെ കോണ്ടാക്ട്സ് വ്യത്യസ്തമാണ്, നിങ്ങളുടെ റിലേറ്റീവ്സ് വ്യത്യസ്തമാണ്, കൊളീഗ്സ് വ്യത്യസ്തരാണ്, ഇങ്ങനെ എല്ലാം വ്യത്യസ്തരാണ്. അപ്പൊ 2 രീതിയിൽ ബിസിനസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 രീതിയിൽ 2 ദിശകളിലായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതിനുള്ള കഴിവും എല്ലാം, പലർക്കും അവരുടെ കഴിവുകൾ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുകാരിയാണ്. ഈ ബിസിനസ് അതിന്റെ സാധ്യതകളാണ് നമുക്ക് തുറന്നു തരുന്നത്. അത്രമാത്രം പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ ലേഡീസിനും അത് പൂർണ്ണമായിട്ടും സാധ്യമാകും. എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുത്തുകൊണ്ട് സമൂഹത്തിന് 2ാം ജന്മം നൽകാൻ കഴിയുന്ന ഒരു സാമ്രാജ്യമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹത്തിന് 2ാം ജന്മം നൽകാൻ കഴിയുന്ന ഒരു സാമ്രാജ്യമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് ഈ സമൂഹത്തിലേക്ക് എല്ലാവരിലേക്കുമായിട്ട് എത്തിക്കാനായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ വിഷ് യു വെൽത്ത് ആൻഡ് വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു.